ഞാൻ അവരോട് ചോദിച്ചു, വീട് അവിടെ ചൂരൽമലയാണ് എൻ്റെ വീട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവൻ പറഞ്ഞു, സാർ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഉമ്മ വാപ്പ എല്ലാവരും ഉണ്ട് സേഫായിട്ട്. പക്ഷേ ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരു 15 പേര് പോയി പറഞ്ഞു. കുടുംബത്തിൽ നിന്ന് ബന്ധുക്കൾ, അമ്മയുടെ അങ്ങനെ 15 പേരോളം പോയി. പിന്നെ അപ്പോൾ അവൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഒരു പയ്യനും കൂടെ ഉണ്ട്. അവന് ജോലി കയറിയിട്ടുള്ളൂ. അവനൊരു 20 വയസ്സ് കഷ്ടിയാണ്. അവനെ സംബന്ധിച്ച് അവൻ്റെ 2 സഹോദരങ്ങളും പോയി, വാപ്പയും പോയി, അമ്മ മാത്രമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ അമ്മയ്ക്ക് അവനോടുള്ളൊരു സ്നേഹത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് ജീവിതത്തിൽ വേറെ ആരുമില്ല. സ്വർണം അവന് ജീവിതത്തിൽ വേറെ ആളുമില്ല. ഞാൻ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പറയാണ്, ആ അമ്മ ആ മകനെ ശ്രദ്ധിക്കുന്ന പോലെ, ആ മകൻ അമ്മയെ കെയർ ചെയ്യുന്ന പോലെ നിങ്ങൾ മൈലേജ് സ്റ്റൈലിനെ കണ്ടാൽ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കില്ല, ചത്താൽ ഇത് കളഞ്ഞിട്ട് പണിക്കില്ല എന്നൊരു തീരുമാനം എടുക്കുമ്പോഴാണ് ഈ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇനി ചിലർക്കെങ്കിലും തോന്നുന്നൊരു കാര്യം ഇവിടെ പറഞ്ഞ അവസാനം, ചിലർക്കെങ്കിലും തോന്നും, എന്ത് ഇങ്ങനെയൊക്കെ ഇത് 12 കൊല്ലം വന്നതല്ലേ, സ്വാഭാവികമായിട്ടും കാശ് കിട്ടിയില്ലെങ്കിൽ അത്ഭുതം. എന്നേക്കാൾ മുമ്പ് വന്നിട്ട് ഒന്നും നേടാവും, എത്ര ഉണ്ട്. നേരത്തെ വന്നാൽ കാശ് ഉണ്ടാക്കുമെങ്കിൽ, നേരത്തെ വന്നാൽ വിജയിക്കുമെങ്കിൽ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 9 മണിക്ക് ക്ലാസ് വരുന്നതിനാണ് ജയിക്കുന്നത്, 10 മണിക്ക് വന്നിട്ട് പഠിക്കുന്നതിനാണ് ജയിക്കുന്നത്? പറ. വന്ന് അന്ന് തൊട്ട് പണിയെടുക്കുന്നതിനുള്ള വ്യത്യാസമാണ് ഒരാളെ വിജയിപ്പിക്കുന്നത്. നേരത്തെ വന്നു എന്നുള്ളതുകൊണ്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, നേരത്തെ വന്നതെന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്ത് എന്തോ ഭാഗ്യത്തിൽ. ആ സമയത്ത് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പ്രൊഡക്റ്റ് കിട്ടാനില്ല, കമ്പനി ഔട്ട്ലെറ്റ് ഇല്ല, കമ്പനി മീറ്റിംഗ് ഇല്ല, മറ്റ് സംവിധാനങ്ങളില്ല. എങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയുള്ളൂ. നമ്മുടെ ആവശ്യമുണ്ടാവാം, അത്യാവശ്യമുണ്ടാവാം, പ്രതിസന്ധി ഉണ്ടാവാം, മറ്റൊരു അവസരം ഇല്ലാത്തതുണ്ടാവാം, പല കാരണമുണ്ടാവാം. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാലോ ഭയങ്കര സപ്പോർട്ടാണ്. ടീം കോർഡിനേറ്റർ ആയാലും ATC ആയാലും ഒക്കെ അപ്പം തന്നെ പൊന്നാടെ കൊടുത്ത് ബൊക്കയൊക്കെ കൊടുത്ത് ഇവനെ പൊന്നെ മുത്തേന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന് വളർത്താൻ പറ്റുന്ന ഒരു പറ്റൻ ലീഡേഴ്സ് സിസ്റ്റം എല്ലാ ജില്ലയിലും ഔട്ട്ലെറ്റുകൾ, എല്ലാ ജില്ലയിലും ഒരു കൊടുക്കാൻ നടത്താൻ പറ്റുന്ന മീറ്റിംഗ് സെന്ററുകൾ. കേരള സംസ്ഥാനത്ത് ആകമാനം 1 കോടിയിലേറെ സമ്പാദിച്ച 100-ലേറെ ആൾക്കാർ ഇപ്പോൾ തന്നെ ഈ കൊച്ചിയിലാണ്. 6-7 ആൾക്കാരെ ഈ ആലപ്പുഴ സിറ്റിക്കകത്തോ ആലപ്പുഴ ജില്ലയുടെ പരിസര പ്രദേശത്ത് കാണാൻ പറ്റും. ആ രീതിയിലേക്ക് ഈ കമ്പനി, ഈ ബിസിനസ് വളർന്നിട്ടുണ്ട്. നിങ്ങൾക്കുള്ള അവസാന സംശയം ദൂരീകരിക്കാനുള്ള അവസരം എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അത് ദൂരീകരിച്ചിട്ട് മാത്രം ഈ ഹോളിൽ നിന്ന് പുതിയ ആൾക്കാർ പോകാവുള്ളൂ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സമയം കളയാണ്ടിരിക്കരുത്. സമയം പാഴാക്കി കളയരുത്. സമയം പാഴാക്കി കളയരുത്. കാര്യം പലരും ഇങ്ങനെ തുടങ്ങി പയ്യെ മൈലേജ് സ്റ്റൈൽ എന്തായാലും അവിടെ കാണുമല്ലോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, പയ്യെ ചെയ്യാന്ന് വിചാരിക്കും. അങ്ങനല്ല, ഇത് എത്രയും പെട്ടെന്ന് വലിയ മാറ്റങ്ങളിലേക്ക് പോകേണ്ട ഒരു ബിസിനസ്സാണ്. ഒരു മാസം 4 പേ ഔട്ട് വാങ്ങിക്കാൻ അവസരമുള്ളൊരു കമ്പനിയാണ്. ഒരു മാസം 4 പ്രാവശ്യം ഇൻകം വാങ്ങിക്കാൻ. സ്വർണം അതോ നിങ്ങൾക്ക് വേണ്ട വരുമാനം നിങ്ങൾക്ക് തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഹലോ, നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ട വരുമാനം ഒരു മാസം നിങ്ങൾ വാങ്ങിച്ചാൽ മതി, പിറ്റേ ദിവസം പത്രത്തിൽ പണം വരും. ഈ ബിസിനസ്സിൽ അങ്ങനല്ല. നിങ്ങൾക്ക് എത്ര ഇൻകം വേണോ അതനുസരിച്ചുള്ള എഫേർട്ട് നിങ്ങൾ ഇട്ടോ, അടുത്ത ആഴ്ച ഇൻകം വരും. അങ്ങനെ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബിസിനസിനെ കുറിച്ച് നന്നായി പഠിക്കുക, മനസ്സിലാക്കുക, സീരിയസ് ആയി പ്രവർത്തിക്കുക. ഇതൊരു ഇൻഡസ്ട്രിയാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കേരളത്തിലെ എല്ലാ ട്രേഡ് യൂണിയനുകളും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കേരള സർക്കാരിന്റെ വിഷൻ 2031 എന്ന പരിപാടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 20-25 ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പോയി സർക്കാർ ചെലവിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. അതായത് 2031 ഡയറക്ട് സെല്ലിംഗ് എങ്ങനെ നടക്കണമെന്ന് കേരള സർക്കാരിനും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനും വ്യക്തമായ ധാരണയുണ്ട്. ഈ ബിസിനസ് കേരളത്തിൽ എങ്ങനെ നടക്കണം 2031. നമ്മളോടുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് പലർക്കും ഈ ആഴ്ച എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ പോയില്ല. ഹലോ, ഇത് ഇത്രയും വലിയ ബിസിനസ്സായിട്ട് അവർ അംഗീകരിച്ച് കഴിഞ്ഞു. ഇതിനു വേണ്ട എല്ലാ സപ്പോർട്ടും സംവിധാനവും ആയി കഴിഞ്ഞു. ഇനി ഇറങ്ങി നിന്ന് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഹോളിലേക്ക് വന്ന് കയറിയ പുതിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, പ്രതീക്ഷയറ്റ മനസ്സുമായി വന്ന് കയറിയ ആൾക്കാർ വരെ ഉണ്ടാവും 2014 എന്നെ പോലെ. നിൽക്കാതെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പ്രതിസന്ധികൾ ഇങ്ങനെ ഒന്നിനൊന്ന് അത് നിൽക്കാൻ പറ്റത്തില്ല, നിന്ന താഴെ പോകും. ഈ ഓണാട്ടുകര മാവലിക്കര ഭാഗത്തൊക്കെ ചരിച്ചു വെട്ടിയ കുളങ്ങൾ